മാർച്ച് 20-ന് കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകനായ കെ രാധാകൃഷ്ണനെ സന്തോഷ് എന്നയാൾ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണന്റെ മരണം ബി.ജെ.പി. പ്രവർത്തകരെ ദുഃഖത്തിലാഴ്ത്തി. കണ്ണൂരിലെ പ്രമുഖ നേതാക്കൾ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ രാധാകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. രാധാകൃഷ്ണന്റെ പരിചയക്കാരനായ സന്തോഷാണ് വെടിവെച്ചത്. സന്തോഷും രാധാകൃഷ്ണനും 10 കിലോമീറ്റർ അകലെയാണ് താമസിച്ചിരുന്നതെങ്കിലും അവർ പരിചയക്കാരായിരുന്നു. രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണം നോക്കാൻ സന്തോഷും എത്തിയിരുന്നു. അങ്ങനെ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും സന്തോഷും അടുപ്പത്തിലായി. അടുപ്പം അതിരുകടന്നു. രാധാകൃഷ്ണൻ ഇവരുടെ സൗഹൃദത്തിൽ സംശയാലുവായി. അങ്ങനെയിരിക്കെയാണ് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത്. സ്വാഭാവികമായും ഇത് കേട്ട് പലരും ഞെട്ടിപ്പോയി. സാധാരണയായി ഭാര്യയുടെ കാമുകനെ വെടിവെച്ചു കൊല്ലുന്നത് ഭർത്താവാണ്. ഇവിടെ വളരെ വിചിത്രമായ കാര്യം ഭാര്യയുടെ കാമുകനാണ് ഭർത്താവിനെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. ഭാര്യയുടെ കാമുകൻ ഭർത്താവിനെ വെടിവെച്ചു കൊല്ലുമ്പോൾ സംശയം തോന്നുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ കാമുകനെ വെടിവെക്കുന്നതിൻ്റെ യുക്തി സാധുവല്ല. എന്നാൽ ഈ കൊലപാതകം രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും കാമുകൻ സന്തോഷും ചേർന്ന് ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സന്തോഷ് ഇതിനകം അറസ്റ്റിലായി റിമാൻഡിലാണ്. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും ഇപ്പോൾ അറസ്റ്റിലായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രാധാകൃഷ്ണൻ ഒരു ബി.ജെ.പി. പ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ്. അദ്ദേഹം ഒരു നാട്ടിൻപുറത്തുകാരൻ കൂടിയാണ്. എന്നിരുന്നാലും രാധാകൃഷ്ണനെ വെടിവെക്കാൻ സഹായിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ മിനി നമ്പ്യാർ രാധാകൃഷ്ണനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് പാർട്ടിയിൽ വഹിക്കുന്നത്. അവർ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല, ഇപ്പോൾ പ്രതിയായി ജയിലിലായ മിനി നമ്പ്യാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. സന്തോഷും മിനിയും ഒരുമിച്ച് പഠിച്ചവരാണ്. ഇരുവർക്കും 42 വയസ്സ് പ്രായമുണ്ട്. മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണന് മിനിയേക്കാൾ 13 വയസ്സ് കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് 55 വയസ്സാണ്. 55 വയസ്സുള്ള രാധാകൃഷ്ണൻ ഒരു ഓട്ടോ ഓടിക്കുകയും ഗ്രാമവാസികളെയും കുടുംബത്തെയും പരിപാലിക്കുകയും ചെയ്തിരുന്ന കാലത്ത് മിനിയും സന്തോഷും ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ കണ്ടുമുട്ടി. അങ്ങനെയാണ് അവരുടെ പഴയ ഓർമ്മകൾ വീണ്ടും ഉണ്ടായത്. രാധാകൃഷ്ണൻ എന്ന വയസ്സിനേക്കാൾ സന്തോഷ് എന്ന ചെറുപ്പക്കാരനെയാണ് മിനി ഇഷ്ടപ്പെട്ടതും. അങ്ങനെ അവർ അടുത്തു. മിനിയുടെ വീട്ടിലെ കാര്യസ്ഥനായി സന്തോഷ് രംഗത്തെത്തി. ആരും സംശയിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് ഇരുവരും തമ്മിലുള്ള അടുപ്പം വളർന്നു വലുതായി. രാധാകൃഷ്ണന്റെയും മിനിയുടെയും മക്കൾക്ക് പോലും സന്തോഷിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടില്ല. രാധാകൃഷ്ണന്റെ വീട്ടുജോലി നോക്കാൻ സന്തോഷ് വരുമ്പോൾ രാധാകൃഷ്ണന് ചിലപ്പോൾ അലോസരമുണ്ടാകാറുണ്ട്. അതേസമയം മുൻ വിദ്യാർത്ഥികൾ ഒരുമിച്ചൊരു ടൂറിന് പോയപ്പോൾ ഇരുവരും കൈകോർത്ത് നിൽക്കുന്ന ചിത്രം സന്തോഷ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് രാധാകൃഷ്ണനെ പ്രകോപിപ്പിച്ചു. മിനിയെ ഭാര്യയായി പ്രഖ്യാപിക്കാനും മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണനെ ഒഴിവാക്കാനും സന്തോഷ് തീരുമാനമെടുക്കുന്നു. അവർ തമ്മിലുള്ള സൗഹൃദം അതിരുകടന്നതായി കാണിക്കുന്നതിനാണ് ചിത്രങ്ങൾ പോലും പുറത്തുവന്നത്. സന്തോഷ് മിനിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കാഴ്ച പോലും രാധാകൃഷ്ണനെ ചൊടിപ്പിച്ചു. എന്നിട്ടും ഭാര്യയുടെ കാമുകനെ കൊല്ലരുതെന്നാണ് രാധാകൃഷ്ണൻ തീരുമാനിച്ചത്. പരാതി നൽകാൻ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. പോലീസ് കേസ് അന്വേഷിച്ചു. ഒടുവിൽ സന്തോഷിനെ മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. എന്നാൽ മിനി രാധാകൃഷ്ണനെയും മക്കളെയും ഉപേക്ഷിച്ച് സന്തോഷിനൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവർ ഗൂഢാലോചന നടത്തി രാധാകൃഷ്ണനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ഒരു സുഹൃത്തിൽ നിന്ന് ഒരു തോക്കും സന്തോഷ് വാങ്ങിയിരുന്നു. വെടിയേറ്റ് മരിച്ചില്ലെങ്കിൽ 15 കിലോമീറ്റർ സഞ്ചരിച്ച് കത്തിയുമായി കുത്തിക്കൊല്ലാൻ രാധാകൃഷ്ണന്റെ പണി നടക്കുന്ന വീട്ടിൽ ഒളിച്ചിരുന്നു. വീട്ടുജോലിക്കായി രാധാകൃഷ്ണൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷ് തോക്കുമായി കാത്തിരിക്കുകയായിരുന്നു. രാധാകൃഷ്ണൻ വീട്ടിൽ കയറിയപ്പോൾ സന്തോഷ് വെടിയുതിർത്തു. രാധാകൃഷ്ണൻ തൽക്ഷണം തന്നെ മരിച്ചു. അതേസമയം നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഏകദേശം 2 മണിക്കൂറോളം സന്തോഷ് രാധാകൃഷ്ണനെ കാത്തിരുന്നു. ഈ സമയത്ത് കൈവശം വെച്ചിരുന്ന മദ്യക്കുപ്പിയുടെ പകുതിയോളം അദ്ദേഹം കുടിച്ചു. കൊലപാതകം നടത്തിയ ശേഷം രാധാകൃഷ്ണൻ മരിച്ചുവെന്ന് ഉറപ്പിച്ച സന്തോഷ് ബാക്കിയുള്ള മദ്യക്കുപ്പിയുമായി നേരെ വണ്ണാത്തി നദിയിലേക്ക് പോയി. വണ്ണാത്തി നദിയുടെ തീരത്തിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നു. മൊബൈൽ ഫോൺ എടുക്കാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോഴേക്കും പോലീസ് അവിടെ എത്തിയിരുന്നു. അങ്ങനെയാണ് സന്തോഷ് അറസ്റ്റിലായത്. കൊലപാതകം നടത്തിയ ശേഷം സന്തോഷ് ഈ തോക്ക് മിനിയുടെ അമ്മ താമസിച്ചിരുന്ന പമ്പ് ഹൗസിന് സമീപം ഒളിപ്പിച്ചു. മിനി തലേ ദിവസം തന്നെ ഭർത്താവിന്റെ വീട് വിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. കൊലപാതകം നടത്താൻ പോകുകയാണെന്ന് മിനിക്ക് അറിയാമായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണിത്. രണ്ടാമത്തെ സൂചന, കൊലപാതകം നടത്തിയ ശേഷം മിനി അന്ന് താമസിച്ചിരുന്ന അമ്മയുടെ വീടിനടുത്ത് തോക്കൊളിപ്പിക്കാൻ പോയപ്പോൾ അവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തതായി പോലീസ് സംശയിക്കുന്നു. എന്നിരുന്നാലും 1 മാസത്തെ നിരീക്ഷണത്തിന് ശേഷം രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ സന്തോഷിനെ നിരന്തരം ചോദ്യം ചെയ്യുകയും മൊഴി നേടുകയും ചെയ്ത ശേഷമാണ് മിനി ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പോലീസ് മിനിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.